ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസ് പ്രതി മെഹുൽ ചോക്സിയുടെ അറസ്റ്റ് ബെൽജിയം സ്ഥിരീകരിച്ചു. ഈ മാസം 12-നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കൈമാറ്റത്തിനുള്ള അപേക്ഷ ഇന്ത്യ നൽകിയതായും ബെൽജിയം അറിയിച്ചു. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് കൂടി ചേരുന്നുണ്ട്. റഷീദ്, ഇനി മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? വർഷ, ഈ പഞ്ചാബ് നാഷണൽ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയായിട്ടുള്ള മെഹുൽ ചോക്സിയെ ശനിയാഴ്ച അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ ബെൽജിയം സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നേരത്തെ ദേശീയ മാധ്യമങ്ങൾ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സ്ഥിരീകരണവുമായി ബെൽജിയം സർക്കാർ എത്തിയിട്ടുള്ളത്. എന്തായാലും ബെൽജിയത്തിൽ ചികിത്സയിൽ കഴിയുന്ന ചോക്സിയെ അന്വേഷണ ഏജൻസികളുടെ, പ്രത്യേകിച്ചും ഇഡിയുടെയും അതോടൊപ്പം CBIയുടെയും പ്രത്യേക ആവശ്യപ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ബെൽജിയം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം പ്രതിയെ കൈമാറുന്നതിനുള്ള അപേക്ഷ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ ബെൽജിയം വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പ്രകാരം വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ അറസ്റ്റിന് പിന്നാലെ ചോക്സിയുടെ ജാമ്യത്തിനുള്ള നീക്കം നടത്തുന്നതായിട്ടും ഈ ചോക്സിയുടെ അഭിഭാഷകൻ വിജയ് അഗർവാൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരിക്കും അപ്പീൽ നൽകുക. അത്തരത്തിലുള്ള തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ചോക്സിയുടെ അഭിഭാഷകനും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും 13,500 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയ ശേഷം ഇയാളും ഇയാളുടെ ഭാര്യയും ഇത്തരത്തിൽ ബെൽജിയത്തിൽ താമസിച്ചു വരികയായിരുന്നു. 2018-ലും 2021-ലും മുംബൈ ഹൈക്കോടതി ജാമ്യമില്ല അറസ്റ്റ് വാറന്റ് ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ക്രമങ്ങൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് ഇരു രാജ്യങ്ങളുടെ വൃത്തങ്ങളും അറിയിക്കുന്നത്. വർഷം. ശരി റഷീദ്, പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിലാണ് ഇപ്പോൾ മെഹുൽ ചോക്സിയുടെ അറസ്റ്റ് ബെൽജിയം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് നൽകിയത്.